ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിൽ ലാലേട്ടൻ നമ്മുടെ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആര്യ നീ ടാസ്ക് കൊളാക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുവാണ്, ഇല്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അനീഷെ നീ കുളത്തിലൊക്കെ നീന്താറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, നീന്തി കുളിക്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയും, ലാലേട്ട എനിക്ക് കുളത്തിലൊക്കെ നീന്താൻ അറിയാം ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അനീഷിനോട് പറയുവാണ്, അതുകൊണ്ടാണല്ലേ നീ എല്ലാ ടാസ്കും കൊളാക്കുന്നത് എന്ന് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ലാലേട്ടൻ ഇന്ന് ആളിച്ചിരി കട്ടക്കലിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെ അടുത്തും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇച്ചിരി ആൾ ഗൗരവത്തിലൊക്കെയാണ് ഇന്ന്. പണ്ടത്തെ പോലെയല്ല, ലാലേട്ടൻ ഇച്ചിരി ഇതായിട്ടൊക്കെയാണ് ഇന്ന് ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അനുമോളെ നീ ഭയങ്കര കർക്കശക്കാരിയാണല്ലോ, ഇച്ചിരിയൊക്കെ വിട്ടുവീഴ്ചയൊക്കെ കാണിക്കാൻ മേലെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ആദില നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആദില നൂറയുടെ അടുത്ത് ലാലേട്ടൻ ഈ ടാസ്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ തിരക്കുന്നുണ്ട്. ആദില നൂറയുടെ അടുത്ത് ലാലേട്ടൻ പറയുവാണ്, നിങ്ങളുടെ കയ്യിൽ ഏത് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊളാക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളിങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിഷൻ പറയുന്നുണ്ട്, എല്ലാവരും ടാസ്ക് കൊളാക്കുവാണ് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ഒന്ന് ഇച്ചിരി കലിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ പോലെയല്ല, ലാലേട്ടൻ ഇച്ചിരി വേറൊരു പ്രത്യേക രീതിയിലാണ് ലാലേട്ടൻ്റെ സംസാരവും ചോദ്യവും ആ ഒരു സ്റ്റൈലൊക്കെ ലാലേട്ടൻ പഴയ പോലെയല്ല. അപ്പോൾ ലാലേട്ടൻ ഇന്ന് എന്താണെങ്കിലും കട്ടക്കലിപ്പിലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്ന് വിറച്ച് നിൽക്കുമെന്ന് തന്നെ പറയാം. എല്ലാവരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം തുടർന്നുള്ള എപ്പിസോഡുകളിൽ എങ്ങനെ ആകും മുമ്പോട്ടുള്ള ഇത്, ലാലേട്ടൻ ആരെയൊക്കെ തൂക്കും എന്ന് അറിയത്തില്ല. ലാലേട്ടൻ എന്താണേലും ഇതുപോലുള്ളവരെയൊക്കെ പൊക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതേപോലുള്ള ചോദ്യങ്ങളും ചോദിക്കും. ലാലേട്ടൻ ഇച്ചിരി പവർഫുള്ളാണെന്ന് നമുക്കിപ്പോൾ ഈ ടാസ്ക് കണ്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ ആ സംസാര രീതി, ആ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയും ഭാവവ്യത്യാസവും എല്ലാം ലാലേട്ടൻ്റെ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ ചോദ്യം ചെയ്യുന്ന സ്റ്റൈലിൽ തന്നെ എല്ലാവരും ഒന്ന് വിറച്ചിട്ടുണ്ടെന്ന് പറയാം. ബിഗ് ബോസ് വീട് മൊത്തം ഒന്നാകപ്പാടെ പ്രകമ്പനം കൊണ്ട് നിൽക്കുമെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് എല്ലാവരെയും ഒന്ന് ലാലേട്ടൻ വിറപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ലാലേട്ടൻ തുടർന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് നന്നായിട്ടുണ്ട്.